ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ രാധ മാനസികമായിട്ട് വളരെയധികം ടെൻഷനിലാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളെ അലട്ടുന്നുണ്ട് എന്ന് കൂട്ടുകാരിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം, നീ എന്താണ് എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടി, കാശിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. കുറച്ച് സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡി ആവണം, അതിൻ്റെ ടെൻഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെ വരാറുള്ളതല്ലല്ലോ, നീ എപ്പോഴും കാശൊക്കെ എടുത്തു വെക്കുന്നില്ലേ, ആവശ്യത്തിന് മാത്രം ചിലവാക്കിയിട്ട് മറ്റുള്ള കാശൊക്കെ നീ കറക്റ്റായിട്ട് എല്ലാത്തിനും എടുത്തു വെക്കുന്നതാണല്ലോ, ഇപ്പോൾ എന്തു പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്താടി കാര്യം പറയും, സത്യം പറയുന്നത് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നും അല്ലടി, വിക്രമിനെ ഹോസ്പിറ്റലിൽ അന്ന് ചേർത്തല്ലോ, അപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ കാശ് മൊത്തം ഞാനാണ് കൊടുത്തത്. അതിനുശേഷം അവനെ ജയിലിൽ നിന്ന് ബെയിലിൽ ഇറക്കിയതും അങ്ങനെ എല്ലാ ജാമ്യത്തിൽ ഇറക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാശൊക്കെ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് കുറച്ച് ടൈറ്റായി. ഇപ്പോൾ വളരെയധികം ടൈറ്റാണ് കാശിന്. അതിൻ്റെ ഒരു ചെറിയ മാനസിക പ്രശ്നമുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒക്കെ ശരിയാക്കി എടുക്കാം എന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് രാധ. ശരി വാ, നമുക്ക് രണ്ടാൾക്കും ഒരു ചായ കുടിക്കാമെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ചായ കുടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ ഒരു സൈഡ് നിർത്തിയിട്ട് അവർ ചായ കുടിക്കാനായിട്ട് നടന്നു പോകുന്നുണ്ട്. ചായ കുടിച്ച് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും അവിടെ രാധയുടെ ഓട്ടോ കാണുന്നില്ല. രാധയുടെ ഓട്ടോ കാണാതായതും അവരാകെ ടെൻഷനാവുകയാണ്. അവളും കൂട്ടുകാരെയും കൂടെ മൊത്തം അവിടെ തിരയുന്നുണ്ട്. രാധയാണെങ്കിൽ ആകെ ടെൻഷനായിട്ടോ, അയ്യോ എൻ്റെ വണ്ടി എവിടെ പോയി, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണ്, ശരി നീ വണ്ടിയുടെ അടവെല്ലാം കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇല്ലടി അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം. എത്ര അടവാ തെറ്റിച്ചതെന്ന് ചോദിക്കും കൂട്ടുകാരിയും. അത് പിന്നെ ഇപ്പോൾ 2 അടവൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയണം. ഒരു അടവാണെങ്കിൽ തന്നെ അവർ വണ്ടി എടുത്തിട്ട് പോകേണ്ട കാര്യം എടുത്തിട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ 2 അടവായ പിന്നെ അവർ വിട്ടുകളയും, വേറെ എവിടെയും തരേണ്ട കാര്യമില്ല, വണ്ടി അവർ എടുത്തിട്ട് പോയിരിക്കുകയായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ നമ്മുടെ രാധ വളരെയധികം സങ്കടപ്പെടണം. അയ്യോ എൻ്റെ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യൂടെ, എൻ്റെ ആകെ ആശ്രയം അത് മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം തന്നെ കൊണ്ടുപോകുന്നതും, അതില്ലാതായി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജീവിക്കും, മാത്രമല്ല ഒന്നുമില്ല, എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതുപോലെ ആകും എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാധ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കൂട്ടുകാർ പറയണം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നീ വണ്ടി വാങ്ങിച്ചില്ലേ അയാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടാളും പോകുന്നുണ്ട്. ശേഷം വണ്ടി എടുത്തിട്ട് പോയി ആളോട് സംസാരിക്കണം. നിങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അയാളോടും. പിന്നെ അല്ലാതെ നീ തന്നെയല്ലേ കഴിഞ്ഞ മാസം വന്നിട്ട് 1 മാസത്തെ അടവ് തെറ്റിയതിന് അടുത്ത മാസം എന്തായാലും കാശ് തരാമെന്ന് പറഞ്ഞു, പക്ഷെ നീ എന്നിട്ടും തന്നില്ല, പിന്നെ ഞാൻ ആരെ കാക്കാനാ, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു എന്ന് പറയാൻ കേട്ടോ. അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, വണ്ടി ഇല്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കാം, ഞങ്ങൾ സാധാരണ കുടുംബത്തിലെ ആളുകളല്ലേ, ഞങ്ങളുടെ കഷ്ടം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടും, എത്രയും പെട്ടെന്ന് ഞാൻ കാശ് റെഡിയാക്കിയിട്ടും തന്നോളാം, നിങ്ങൾ എൻ്റെ വണ്ടി തരൂ പ്ലീസ്, ദയവ് ചെയ്ത് വണ്ടി തരാതിരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ അയാൾ പറയണം, നീ 1 മാസത്തെ അടവ് തെറ്റിച്ചതേ ഇത്ര വലിയ തെറ്റാണെന്നറിയോ, ഞാൻ അങ്ങനെ ആർക്കും ഒന്നും വിട്ടുകൊടുക്കുന്ന ആളല്ല നിനക്കറിയാം, പിന്നെയും നിനക്ക് വേണ്ടിയാ ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തു, പക്ഷെ നീ ആ മാസം ഒന്നും ചെയ്തില്ല, ഇനി ആരെ വെയിറ്റ് ചെയ്യാനാണ്, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ആ വണ്ടി ലേലത്തിന് വിട്ടിട്ടുണ്ട്, നീ നാളെ വന്നിട്ട് നിന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുമോ എടുത്തോ, അല്ലെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയാൻ കേട്ടോ. പക്ഷേ രാധ അത് കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് പോകുകയാണ്. ഇനി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവാണ് കേട്ടോ. അയാൾ നീ മതി, ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നീ പോയിക്കോ, അല്ലെങ്കിൽ നിൻ്റെ കഴുത്ത് പിടിച്ചുള്ളിയാക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം രാധ വളരെ സങ്കടപ്പെട്ട് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയിട്ട് അവൾ വളരെയധികം വീണ്ടും സങ്കടപ്പെടാണ്. കൂട്ടുകാരോടായിട്ട് പറയണം, ഞാൻ എന്ത് ചെയ്യോടി, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ആരോടോ ചോദിക്കുക, ഇത്രയും കാശ് ഒരുമിച്ച് തരുന്ന ഒരാളെ പോലും എനിക്ക് അറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ കൂട്ടുകാർ പറയണം, നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു, നീ എല്ലാ കാര്യങ്ങളും എടുത്ത് ചാടി തീരുമാനിക്കും, നീ വിക്രമിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, വിക്രം നിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടോ, ഇല്ല, അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ അനാവശ്യമായിട്ടാണ് കാശ് ചിലവാക്കുന്നതെന്ന് പറയണം. ഈ ഒരു ടൈമിൽ രാധ പറയണ, അമ്മ ഇത് തന്നെയാണ് പറയാറ്, പക്ഷേ എനിക്കറിയില്ല, അവന് വേണ്ടി എനിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അവനെ രക്ഷിക്കണം, അവന് ഓട്ടോ പോലെ തന്നെ അത്രയധികം ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒന്നാണ് അവനും, അതുകൊണ്ട് തന്നെ എനിക്ക് അവനില്ലാതെ പറ്റില്ലടി, നിനക്കത് മനസ്സിലാവില്ല പറഞ്ഞാലെന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ശരി നീ എത്രയും പെട്ടെന്ന് വിക്രമിന് തന്നെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക, വിക്രമായിട്ട് മേടിക്കരുത് നീ കാശ് ചിലവാക്കിയതും, വിക്രമിന് നീ ഫോൺ ചെയ്ത് നോക്ക്, വരുമോ എന്ന് ചോദിച്ച് നോക്കുമെന്ന് പറയണം. കാശ് റെഡിയാക്കാൻ പറ്റുമോ
പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും രാധ ഫോൺ ചെയ്ത് എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് പറയുന്നുണ്ട്. ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല, നീ അവർക്ക് വേണ്ടി ചിലവാക്കിയ കാശ് തന്നെയല്ലേ, ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമെന്ന് പറയണം. ഈ ഒരു ടൈമിൽ രാധ ഫോൺ ചെയ്തുകൊണ്ട് വിക്രമനും, പക്ഷേ നമ്മുടെ വിക്രമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ആ സ്വിച്ച് ഓഫായി കിടന്നിട്ട് വിക്രമും വേദയും ഇപ്പോൾ വീട്ടിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിക്രമിന് കോൾ പോകുന്നുണ്ടായിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് രാധ പറയണം, ഫോൺ സ്വിച്ച് ഓഫാണ് വിക്രമേ, ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടും അവൾ വീണ്ടും സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇനി ആരാ എന്നെ സഹായിക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കൂട്ടുകാരി പറയണം, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയണം. എന്താടിയെന്ന് ചോദിക്കുമ്പം വേറൊന്നുമല്ല, നീ എത്രയും പെട്ടെന്ന് നിന്നെ സഹായിക്കാനേ വേറൊരാൾക്ക് പറ്റുള്ളൂ. അതാരാന്നറിയോ? ദർശന്. അപ്പോൾ ദർശനോ, നീ എന്താ പറയണമെന്ന് പറയുമ്പോൾ ആ വക്കീലിന് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ പറ്റും. നീ ജയിലിൽ നിന്ന് വിക്രമിനെ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും സഹായിക്കുകയും ചെയ്തത് നമ്മുടെ ദർശനല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ദർശനം നിന്നെ സഹായിക്കാൻ പറ്റും. നീ ഒരു വട്ടം ദർശനെ ഒന്ന് പോയി കണ്ടു നോക്കും, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും, എന്നിട്ട് എത്രയും പെട്ടെന്ന് കാശ് സെറ്റാക്കി തരാമെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മൾ രക്ഷിക്കാൻ പറ്റുവാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ രാധ, അയ്യോ അത് മോശമാവില്ലേ, അവർ നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അവരെ ഇപ്പോൾ ശല്യം ചെയ്യുന്ന തെറ്റല്ലേ എന്ന് പറയണം. ഒരു തെറ്റുമല്ല, അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അയാൾ വേദയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിലല്ലേ വേദയ്ക്ക് വേണ്ടിയിട്ട് എത്ര തവണയാണ് വിക്രമിനെ പുറത്തിറക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നത്. അതുപോലെ തന്നെയാണ് നീ വിക്രമിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വിക്രമിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്തതെന്നൊക്കെ അവനിക്ക് അയാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോയി കാണുമെന്ന് കൂട്ടുകാർ പറയുന്നുണ്ട്. ശരി എന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ രാധ നേരെ ദർശനെ പോയി കാണുന്നുണ്ട് കേട്ടോ. ദർശൻ വളരെ മാന്യമായിട്ട് രാധയോട് പെരുമാറുന്നുണ്ട്. എന്താണ് രാധയെ, എന്താണ് വിഷയം, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വണ്ടി ഞാൻ ഡ്യൂ അടയ്ക്കാത്തത് കൊണ്ട് അവർ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ദർശനോട്. അപ്പോൾ ദർശൻ പറയണം, എനിക്ക് എന്ത് ചെയ്യാനാണ്, നമ്മളെ കാര്യം കറക്റ്റായിട്ട് ആ സമയത്ത് എന്നെ പിടികൂടുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അവർ ഇനി വണ്ടി കൊണ്ടുപോയ സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അത് അവരുടെ ജോലിയുടെ ധർമ്മമാണ്, അതിന് നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും കറക്റ്റായിട്ട് ഡ്യൂ അടച്ചിട്ടില്ലെങ്കിൽ അവർ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. പക്ഷേ നമ്മുടെ രാധയ്ക്കാണെങ്കിലും കാശ് വേണമെന്ന് വായ്വിട്ട് ചോദിക്കാനും പറ്റുന്നില്ല. പക്ഷേ ദർശനാണെങ്കിൽ കാശ് വാങ്ങിക്കാനാണ് രാധ വന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ ശേഷം രാധ, ശരി കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വളരെയധികം സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം വീട്ടിൽ പോയിട്ട് രാധ വളരെയധികം സങ്കടപ്പെട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മയും വളരെ സങ്കടത്തോടു കൂടി തന്നെ മോളോട് പറയാണ്, എല്ലാം ശരിയാകൂടി, ഞാൻ കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാശ് എത്രയും പെട്ടെന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ പോയി വണ്ടി എടുക്കാം, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാവുമെന്ന് പറയാണ്. പക്ഷേ അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാധ പറയാണ്, ഞാൻ ഈ വീട്ടിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു, എനിക്ക് ആ വണ്ടി കിട്ടിയതിന് ശേഷമാണ് ലോകം എന്തെന്നും ലോകത്തെക്കുറിച്ചുള്ള ആളുകളെക്കുറിച്ചും എനിക്ക് എല്ലാം മനസ്സിലായതും. മാത്രമല്ല കയ്യിൽ കുറച്ച് കാശ് വന്നതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും തുടങ്ങിയതും. ഇനി വീണ്ടും എൻ്റെ ജീവിതം പഴയ പോലെ ആകുമെന്ന് എനിക്ക് ആലോചിച്ച് വളരെയധികം ടെൻഷനുണ്ട് അമ്മ എന്നൊക്കെ പറയണം. നീ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം, ഇനി നിന്നെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നീ പോയിട്ടൊന്ന് ഫ്രഷ് ആവും, എവിടെന്നെങ്കിലും കാശ് റെഡിയാവും എന്ന് പറഞ്ഞിട്ട് മകളെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അമ്മ. ശേഷം നമ്മുടെ രാധ കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വരുമ്പോഴേക്കും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോയുടെ ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് രാധയുടെ അമ്മ വെളിയിൽ പോയി നോക്കുകയാണ്. ആ ഒരു ടൈമിൽ ഓട്ടോ ആയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് കേട്ടോ. അത് രാധയുടെ ഓട്ടോ തന്നെയായിരുന്നു. അത് കണ്ടിട്ട് അവർക്ക് വളരെയധികം സന്തോഷമായിട്ട് മോളെ രാധയെ ഓടി വാ എന്ന് വിളിക്കുന്നുണ്ട്. രാധയും അവിടെ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ തൻ്റെ ഓട്ടോ കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ നിൻ്റെ ഓട്ടോ, ഓവർഡ്യൂ മാത്രമല്ല എല്ലാ അടവുകളും തീർത്തിട്ട് ഇത് നിൻ്റെ സ്വന്തം വണ്ടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിക്കേ, എല്ലാ സർവീസും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അയാൾ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ശരിയായതെന്ന് പറയുമ്പോൾ കാശ് അടച്ചതുകൊണ്ടാണ് ശരിയായതെന്ന് പറയാണ് കേട്ടോ. കാശ് അടച്ചെന്നോ, ആരാ അടച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണം, ദർശൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വന്ന എല്ലാ കാര്യങ്ങളും സെറ്റിൽമെൻറ്റും ചെയ്തിട്ട് പോയതും, ഇവിടെ വന്ന് വണ്ടി തരാനും അദ്ദേഹമാണ് പറഞ്ഞതെന്ന് പറയണം. അത് കേട്ടിട്ട് രാധ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ശേഷം ദർശനെ കാണാനായിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ശേഷം ദർശനോട്, നിങ്ങളല്ലേ എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു തന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത്
തന്നതും നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധ ദർശനോട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയണം, അതൊന്നും സാരമില്ല, എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല, എനിക്ക് നിൻ്റെ മുഖത്തൊരു സന്തോഷം വന്നല്ലോ, നീ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് വളരെ സങ്കടമായി, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്, വേറെ ഒരു കുഴപ്പമില്ല, നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയണം. ഞാൻ എത്രയും പെട്ടെന്ന് ആ കാശ് നിങ്ങൾക്ക് തിരിച്ച് തരുന്നതാണ്, ഓവർ ഡ്യൂ ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാനത് നിങ്ങൾക്ക് തിരിച്ച് തന്നിരിക്കുമെന്ന് പറയാൻ കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് അത്ര വലിയ കാശൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് നീ അതാളിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ പോയിട്ട് നിൻ്റെ കാര്യം നോക്കിക്കോളും, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതുപോലെ തന്നെ എന്തിനേയും നേരിടാനും കഴിയുന്നൊരു കുട്ടിയാണ് നീ, ആ ഒരു സ്വഭാവമാണ് എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നീ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ രാധയോട് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ രാധയ്ക്ക് ഒരു സഹായമായിട്ട് ഇപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ദർശനാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ദർശനും രാധയും ഇനി കൂടുതൽ അടുക്കുമോ എന്നറിയാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.